गवर्नमेंट नहीं है, एनडीए गवर्नमेंट है। राजनाथ सिंह जी, नए नए इसमें मंत्रियों के त्यागपत्र नहीं होते हैं भैया, वो यूपीए गवर्नमेंट नहीं है, एनडीए गवर्नमेंट है। വർഷം 2015 തീയതി ജൂൺ 24 എൻഡിഎയിലെ രണ്ടാമൻ രാജ്നാഥ് സിംഗ് പറഞ്ഞ വാചകം ഇത് യുപിഎ അല്ല എൻഡിഎ ആണ്. മന്ത്രിമാർ രാജിവെക്കുന്ന രീതി ഞങ്ങൾക്കില്ല. ഫ്രണ്ട്സ്, നിങ്ങൾ അറിഞ്ഞോ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിച്ചു. വെറും 2 മാസം മാത്രം പ്രായമുള്ള പാറ്റകളുടെ മുന്നിൽ സാക്ഷാൽ നരേന്ദ്രമോദി മുട്ടുമടക്കി. 11 വർഷങ്ങൾക്കിപ്പുറം RSSന് വേണ്ടപ്പെട്ട, മോദിക്ക് പ്രിയപ്പെട്ട നവീൻ പട്നായക് എന്ന മഹാവൃക്ഷത്തെ വീഴ്ത്തി ഒഡീഷ സമ്മാനിച്ച പ്രധാനിയെ കൈവിടേണ്ടി വന്നു. ഇത്തവണ എതിർഭാഗത്ത് പ്രതിപക്ഷമായിരുന്നില്ല, ജെൻസി ആയിരുന്നു. അരാഷ്ട്രീയവാദികളെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയ ജെൻസികൾ, ജാതിയും മതവും വർഗവും വർണ്ണവും ലെവലേശമേശാത്ത ജെൻസികൾ. പോലീസ് ലാത്തി വീശിയപ്പോൾ അവർ ദേശീയ ഗാനം ആലപിച്ചു. തെരുവിലൂടെ വലിച്ചിഴച്ചപ്പോൾ അവർ ഭരണഘടന ഉയർത്തി. ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ അവർ മിഠായി നൽകി. ഡീപ് സ്റ്റേറ്റ്, സോറോസ് ഫണ്ടിംഗ്, ബംഗ്ലാദേശ് ബന്ധം, ദേശദ്രോഹി പലതും പയറ്റി നോക്കി. പക്ഷെ പിള്ളേര് വീണില്ല. പിള്ളേരുകളിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രധാനേക്കാൾ പ്രധാനം യുവതയാണെന്ന് കേന്ദ്രം തിരിച്ചറിഞ്ഞു. ഇത് പാറ്റകളുടെ മാത്രം വിജയമാണോ? അല്ല. അവർ അവിടെ പട്ടിണി കിടന്നപ്പോൾ സ്വിഗ്ഗിയിലൂടെയും സൊമാറ്റോയിലൂടെയും ഒരു നേരത്തെ അന്നം അയച്ചവരുടെ വിജയമാണ്. ഒരുമിച്ച് പറയാം, ഈ പിള്ളേര് ഒരേ പൊളിയാണെന്ന്. നമുക്കൊപ്പം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി അഡ്വക്കേറ്റ് MR അഭിലാഷ്, കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് P ശ്യാംരാജ്, SFI നേതാവ് ആദർശം സജി, അതോടൊപ്പം തന്നെ ഡൽഹിയിൽ സമരവേദിയിലെത്തിയ ജാൻ മണി എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ശ്യാംരാജ്, താങ്കൾക്ക് കേൾക്കാമോ? പറഞ്ഞോളൂ. ഇതൊരു കീഴ്വഴക്കമാണോ? ഇതൊരു കീഴടങ്ങലാണോ? നോക്കൂ ആര്യ, ഇത് കീഴടങ്ങലൊന്നുമല്ല, ഇതൊരു ജനാധിപത്യ മര്യാദയാണ്. ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെയും അതോടൊപ്പം തന്നെ അന്തസ്സത്തെയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇപ്പോൾ ആര്യയുടെ ഇൻട്രോയിൽ ആര്യ പറഞ്ഞത് കീഴടങ്ങി എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. നോക്കൂ, ഞങ്ങളങ്ങനെ കീഴടങ്ങലൊന്നുമല്ല പ്രശ്നം. ഇത് ജനാധിപത്യ മര്യാദയിൽ ഒരു സമരക്കാർ ഒരു വിഷയം കൊണ്ടുവരുന്നു, ആ സമരത്തിനകത്ത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നുണ്ട്. ഒന്ന് ഞങ്ങളുടെ ചരിത്രം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 1951 രൂപീകൃതമായിട്ട് വെറും 2 വർഷത്തിന് ശേഷം 53 ദേശീയ അധ്യക്ഷന് നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിലേക്ക് പോയി സമരം ചെയ്തിട്ട് ഏക് ദേശമേ ദോ വിധാൻ ദോ പ്രധാൻ ഓർ ദോ നിശാൻ നഹി ചലങ്കെ എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത് സ്വന്തം ജീവൻ ബലിദാനം കഴിച്ചിട്ടുള്ള രാഷ്ട്രീയ ചോദിച്ചത് കീഴ്വഴക്കമാണോ എന്ന് ചോദിക്കാൻ തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രതികരണം കേൾപ്പിച്ചിരുന്നു. അല്പം പുറകോട്ട് പോകണം ആ പ്രതികരണം. അതിന് ഒരു 2015 പ്രതികരണമാണ്. രാജിവെക്കില്ല എൻഡിഎയിലെ മന്ത്രിമാരൊന്നും എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ രാജ്നാഥ് സിംഗിന്റെ ആ പ്രതികരണമാണ്. അതുകൊണ്ടാണ് ഇതൊരു കീഴ്വഴക്കമാണോ ഇന്നത്തെ രാജിയെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, നോക്കൂ, അതിലും കുറച്ചുകൂടെ പഴയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ആ സമയത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുകൂടി ആലോചിച്ചിട്ട് വേണം ആര്യ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ 1996 ശ്രീ LK അദ്വാനിജി അദ്ദേഹം MP ആയിരിക്കുമ്പോൾ ഹവാലയിൽ അദ്ദേഹത്തിന്റെ പേര് വന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് എന്നെ കോടതി ഇന്നാട്ടിലെ നിയമ സംവിധാനങ്ങൾ കുറ്റവിമുക്തനാവാതെ ഞാനിനി പാർലമെന്റിന്റെ പടി കയറില്ല എന്ന് പറഞ്ഞിട്ട് MP സ്ഥാനം രാജിവെച്ച് കോടതി കുറ്റവിമുക്തനാക്കിയതിന് ശേഷം വീണ്ടും ആ പടി കയറി നേതാവുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഇനി 2020 നിങ്ങൾ എടുത്തു, ഇവിടെ കാർഷിക സമരങ്ങൾ നടന്നല്ലോ. കാർഷിക സമരങ്ങൾ നടന്നപ്പോഴും വലിയ സമരമുണ്ടായി. ജനങ്ങൾ സമരം ചെയ്തു. ജനങ്ങൾക്ക് ആ ഒരു നിയമങ്ങളെ കുറിച്ചിട്ട് ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ അതിനെ പിൻവലിച്ചു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ 10-30 ദിവസമായിട്ട് സമരങ്ങൾ നടക്കുന്നു. ആ സമരത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു വന്നേ. അത് ഞങ്ങളുടെ മര്യാദയാണെന്ന്, ജനാധിപത്യ മര്യാദയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേ രീതിയിൽ തന്നെ എത്രയോ ചോദ്യപേപ്പറുകൾ ഇതിനൊന്നും ചോദിച്ചിട്ടുണ്ട്. 2008 അധികം ജനങ്ങൾ, ഇത്രയും അധികം യുവാക്കൾ ആ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു, ജന്തർ മന്ദറിലേക്ക് വരേണ്ടി വന്നു. രാജ്യമാകം യുവാക്കൾക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. ആ ജനാധിപത്യ മര്യാദ നിങ്ങൾക്ക് ഓർമ്മ വരാൻ ആര്യ ആദ്യമായിട്ടാണ് ഒരു സമരത്തെ റിപ്പോർട്ട് ചെയ്യുന്നല്ലോ. സമരം എന്താണ്? ഈ രാജ്യത്തിന്റെ ചരിത്രം, ഈ രാജ്യത്തിന്റെ സമര ചരിത്രം ആര്യ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു സമരത്തിൽ അത്തരത്തിലുള്ള പല ചർച്ചകളും നടക്കുന്നു. എത്രയോ സമരങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങളൊക്കെ 10-15 വർഷമായിട്ട് കേരളത്തിൽ സമരം ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ടൊന്നും ഇത്തരത്തിലുള്ള രാജ്യമൊന്നും കേരളത്തിൽ കണ്ടില്ലല്ലോ. ശബരിമല സമരം നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ. എത്ര കഴിഞ്ഞ സർക്കാരിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെച്ചോ?
3 ദേവസ്വം പ്രസിഡന്റുമാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 എൻ വാസു, എ പത്മകുമാർ, കഴിഞ്ഞ ദിവസം PS പ്രശാന്തും. എന്തേ അന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെച്ചിരുന്നോ? അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കമൊന്നും മറ്റൊരു പ്രസ്ഥാനത്തിനും ഇല്ല. ആര്യ, ഇവിടെ നോക്കൂ, സമരമുണ്ടായി. അതൊക്കെ ജനാധിപത്യത്തിന് സ്വാഭാവികമാണ്. അതിന്റെ നാൾ വഴികളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. അതിനകത്ത് നിങ്ങൾ മറ്റെന്തൊക്കെ വാക്യങ്ങൾ എടുത്തു വെച്ചാലും, ഏതൊക്കെ രീതിയിൽ എടുത്തു വെച്ചാലും, ഇതിങ്ങനെ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ മര്യാദ ഈ രാജ്യത്തിന് ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് BJP തന്നെയാണെന്നേ. സാധാരണ ചോദിച്ചാൽ സമാനമായിട്ടുള്ള അനുഭവം UPA കാലത്തുണ്ടായപ്പോൾ ഈ ഇന്നത്തെ നീറ്റിന്റെ മുൻപത്തെ സംവിധാനമായിട്ടുള്ള ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ്, ആ ടെസ്റ്റ് 2008 അതിന്റെ പേപ്പർ ലീക്ക് ആയപ്പോഴത്തേക്ക് അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? ഇല്ലല്ലോ. 2012 എയിംസിന്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിന് ചോദ്യ പേപ്പർ ലീക്കായി. അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? 2008 +2 CBSE +2ന്റെ ചോദ്യ പേപ്പർ ലീക്കായി. അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ പോയിരുന്നു, ഒന്നും നടന്നിട്ടില്ല. ഇവിടെ നോക്കൂ, ഞങ്ങൾ രാജിവെച്ചു, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, ചെറുപ്പക്കാരോട് സംസാരിച്ചു. ഭരിക്കുന്ന സർക്കാരുമായി മാറിയത്, അവർ എക്സ് ഗവൺമെന്റും നിങ്ങൾ ഗവൺമെന്റുമായി മാറിയതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തല്ലോ. ആ കാരണത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചല്ലോ. കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? നമ്മൾ ഇതിനു മുമ്പ് ഞാൻ മാതൃഭൂമി ചാനലിൽ തന്നെ ഇരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം എന്താണ്? രാജിവെക്കാത്തത് എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ രാജിവെച്ചപ്പോൾ ചോദിക്കുന്നു വെപ്പിച്ചതാണോ എന്ന്. ഇത് എന്ത് വന്നാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചത് തന്നെയാണ്. മറ്റാരും അങ്ങനെ ചെയ്തിട്ടുമില്ല. നിങ്ങൾ കേരളത്തിലെ ഉദാഹരണം എടുത്തു, കേരളത്തിലെ PSC സമരങ്ങൾ എടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യം ഭരിക്കാത്തതുകൊണ്ട് ആ ഉദാഹരണങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കേരളത്തിലെ നോക്ക്, ചെറുപ്പക്കാർ മണ്ണ് വാഴ്ത്തിന്നില്ല സമരം ചെയ്തത്. മുട്ടുകുത്തി മുടി മുറിച്ച് സമരം ചെയ്തില്ല. ആരാ തിരിഞ്ഞു നോക്കിയത്? ആരാ രാജിവെച്ചത്? ശരി, ശ്യാമരാജ് പറയുന്നതിന് അതിന്റെ അതേ അന്തസ്സത്തോടു കൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. അതായത് നിങ്ങൾ സമരത്തെ അതിന്റെ ജനാധിപത്യ മര്യാദയിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായി നിർമ്മല സീതാരാമൻ ഈ പരീക്ഷാ ചോർച്ചയെക്കുറിച്ച്, ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞൊരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. Now, if this response is not come from the government of making sure the arrests are done in time, re-exam happen on time, and on time post the incident, an announcement of the results, and young people are now finding the institutions where they have to go for their higher education. All this is happening. And there are young people who are coming out and saying, yes, first it sort of hurt me when the paper leakages happened. But later I took advantage of that and prepared even more, and my performance has improved and I've done well. So there are people who looked at it, even young people who have taken this challenge and faced this and come out in bright colors. നോക്കൂ ശ്രീ ശ്യാമരാജ്, എന്താണ് നിർമ്മല സീതാരാമൻ പറയുന്നത്? പരീക്ഷാ പേപ്പർ ചോർന്നതുകൊണ്ട് വീണ്ടും പഠിക്കാൻ, നന്നായി പരീക്ഷ എഴുതാൻ അവസരം കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി എന്നൊക്കെ യുവാക്കൾ പുറത്തിറങ്ങി പറയാന്ന്. നോക്കൂ ആര്യ, നോക്കൂ, അഭിപ്രായങ്ങൾ പലതുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ, അതിനെന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇപ്പൊ ഞങ്ങൾ തന്നെ ലീക്ക് ചെയ്തോണ്ടേ ഇരിക്കും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം കിട്ടട്ടെ പഠിക്കാൻ. അല്ലല്ല, ഒന്ന് എനിക്ക് ഞാനത് കൃത്യമായിട്ടും കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടും കേട്ടില്ല. എന്തായാലും നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ ഈ വിഷയത്തെ കാണേണ്ടത് അങ്ങനെയല്ലെന്ന്. അതായത് ഇതിനകത്ത് ഇൻ ടോട്ടൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നോക്കൂ, ഇത്ര അധികമായിട്ടുള്ള ദിവസങ്ങളിൽ സമരം നടന്നു. ഈ സമരം നടക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടുണ്ടോ? സമരത്തിന് മുമ്പ് സർക്കാർ വെറുതെ ഇരുന്നിട്ടുണ്ടോ? സമരത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. മെയ് മാസം 3-ാം തീയതി പരീക്ഷ നടക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുന്നു. മെയ് മാസം 12-ാം തീയതി CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അതായത് ഈ കഴിഞ്ഞ നിങ്ങൾ ചോദിക്കുന്നതിൽ ഇന്നലെ വരെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സമയത്തും സർക്കാർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. മെയ് മാസം 12-ാം തീയതി CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. PV കുൽക്കർണി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നു. 13 മറ്റാളുകളെ അറസ്റ്റ് ചെയ്യുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ? പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക് വന്നിട്ട് ലൈവിൽ വരുന്നു. പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുതിയ ബില്ല് തിങ്കളാഴ്ച വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ലൈവിൽ വീഡിയോ ഇടുന്നത് കേൾക്കേണ്ടത് ജന്തർ മന്ദറിൽ നിൽക്കുന്ന സമരം ചെയ്യുന്ന യുവാക്കളാണല്ലോ. അവർക്ക് അവിടെ ഇന്റർനെറ്റ് ഇല്ല ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെങ്ങനെ കേൾക്കും? നിങ്ങളുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തണ്ടേ? ആര്യ, അതിന്റെ വ്യൂസ് എത്ര? ആര്യ, ആ ലൈവിന്റെ വ്യൂസ് എത്ര മില്യൺ? ആരും കേൾക്കാത്ത എനിക്ക് സംശയമില്ല. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കേട്ടു.
ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കേട്ടു. എത്ര ഒന്നോടെ എനിക്ക് തോന്നുന്നു, ഈ രാജ്യത്തെ ചെറുപ്പക്കാർ ഇത് കേട്ടു, ഈ രാജ്യത്തെ ജനങ്ങളത് കേട്ടു. റെക്കോർഡ് വ്യൂവേഴ്സ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി അദ്ദേഹം പോസ്റ്റ് ചെയ്തതിനകത്തും മിനിയാന്ന് പോസ്റ്റ് ചെയ്തതിനകത്ത് റെക്കോർഡ് വ്യൂസ്, മില്യൺസ് ഓഫ് വ്യൂ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് എങ്ങനെ ആര് പറയും? ഏറ്റവും പ്രധാനമായും കേൾക്കേണ്ടത് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന യുവാക്കളാണല്ലോ. അവിടുത്തെ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് വെച്ചാ, അവരുടെ അവിടെ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് വെച്ചാ, അവിടുത്തെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് വെച്ചാ, മൊബൈലിൽ എങ്ങനെ ഇത് കേൾക്കും, അവരെ ചാർജ് ചെയ്യാതെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നോക്കൂ, പറഞ്ഞുതരാം ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് 3 തവണ CJP-യുടെ പ്രവർത്തകരുമായിട്ട് ചർച്ച നടത്തിയോ? ഇന്ന് 4ാം തവണയായിരുന്നല്ലോ ചർച്ച നടത്തേണ്ടിയിരുന്നത്. 3 തവണ CJP-യുടെ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് JP നഡ്ഡ നേരിട്ട് സംസാരിച്ചില്ലേ? BJP-യുടെ സീനിയർ നേതാവും കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ സീനിയർ മന്ത്രിയുമായിട്ടുള്ള ശ്രീ JP നഡ്ഡ അദ്ദേഹം നേരിട്ട് 3 തവണ സമരക്കാരുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ഇനി രാജ്യത്തെ മറ്റു ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും കേൾക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ലൈവിൽ വന്ന് സംസാരിച്ചു. പുതിയ ബില്ല് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. 10 വർഷം തടവും 10 കോടി പിഴയും എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോരുന്നു. അവസാനം ധാർമ്മികമായിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിയും വെച്ചു. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനി എന്താണ് വാദങ്ങളുള്ളത്? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഇന്നലെ വരെ നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ചെറുപ്പക്കാരെ അങ്ങനെ ചെയ്യാൻ പോകുന്നു, രാജിവെക്കില്ല എന്നൊക്കെ പ്രധാനമന്ത്രി സംസാരിച്ചാൽ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ മറുഭാഗത്ത് പ്രതിപക്ഷമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടാൽ എന്റെ ചോദ്യം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചോദ്യം, ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം, ആ ചോദ്യം എങ്ങനെ അവിടേക്ക് എത്തും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് വൺ വേ മൻ കി ബാത്ത് മാത്രമായി പോവില്ലേ, ജൻ കി ബാത്ത് എപ്പോൾ കേൾക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ശ്യാംരാജിലേക്ക് മടങ്ങി വരാം. കുറെ അധികം നേരമായി നമ്മൾ സംസാരിക്കുന്നു. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടോ, ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ട് വേണം. ആര് ചോദിച്ചത് തെറ്റാണ്. ഒറ്റ ക്ലാരിഫിക്കേഷൻ. പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. പാർലമെന്റിൽ ചർച്ച, രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരുന്നത് പുറത്ത് സമരം ചെയ്യേണ്ട, പാർലമെന്റിലേക്ക് വരൂ, പാർലമെന്റിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. CJP നേതാക്കന്മാരുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്തു. ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരോടും സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്തു, സംസാരിച്ചു. എന്നിട്ടാണ് ഇന്നത്തെ രാജ്യം ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടും കേൾക്കേണ്ട ആളെ കേട്ടുകൊണ്ടും കാണേണ്ട ആളുകളെ കണ്ടുകൊണ്ടുമാണ് ഈ ഒരു രാജ്യത്തിലോട്ട് പോയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ, ഇതിൽ ചിലർക്ക് നിരാശയുണ്ടാവാം. ഈ രാജ്യം അല്ലെങ്കിൽ ഇവിടെ ഇന്നിപ്പോൾ സമരം അവസാനിച്ചപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിരാശയുണ്ടാവാം. ആ നിരാശക്കാർ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യത്തിന്റെ മര്യാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എടുത്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ദിവസം പാർലമെന്റിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ തർക്കിച്ചു പോയ സമയം കൂടുതലെടുക്കും. ശ്യാം, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ MR അഭിലാഷ്, നേരത്തെ തുടക്കത്തിൽ കേൾപ്പിച്ച രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രതികരണമുണ്ട്. അത് വലിയ ആത്മവിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. ഒരു കേന്ദ്രമന്ത്രി മാത്രമാണ് രാജിവെച്ചത്, NJ അക്ബർ. അത് മീറ്റു ആരോപണമായിരുന്നു. അതല്ലാതെ വലിയ വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. 10 വർഷം പ്രതിപക്ഷത്തിന് പോലും കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ CJP, കോക്രോച്ച് പാർട്ടിക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇതൊരു തുടക്കമാണോ? ഒരു തുടക്കമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ കഴിയില്ല. പക്ഷേ ഒരു തുടക്കമാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട് ആര്യ. കാരണം നമുക്ക് ബ്രോഡ്ലി ഒരു പെർഫെക്റ്റ് കമ്പാരിസൺ സാധ്യമല്ലെങ്കിൽ കൂടിയും ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ വിപ്ലവം, അതും വിദ്യാർത്ഥികളെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. തൊഴിലില്ലായ്മയ്ക്കെതിരെ, അഴിമതിക്കെതിരെ രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വന്ന ആ ഒരു പ്രക്ഷോഭം തുടങ്ങിയത് ബീഹാറിൽ നിന്നായിരുന്നു. ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചായിരുന്നു തുടങ്ങിയത്. ഗ്രാജുവലി ഇന്ത്യ എമ്പാടുമുള്ള ജനമനസ്സുകളെ കീഴടക്കുവാൻ സാധിച്ചു. ഇവിടെ ഈ ഒരു സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഇത്ര ശക്തമായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി പ്രതിഷേധ പ്രകടനങ്ങളുടെ മുൻപിൽ രാജിവെക്കേണ്ടി വരിക എന്ന് പറയുന്നത്, അത് അവരുടെ ഒരു വലിയ പാറ്റ എന്ന് പറഞ്ഞ്, പൊതുവെ പാറ്റ പാർട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും കുറച്ചു കണ്ട ഒരു സംഘടന ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ ഉയർത്തിപ്പിടിച്ച കോസ് വളരെ ജസ്റ്റായിട്ടുള്ള കോസാണ് എന്ന് രാജ്യമെമ്പാടും ഒരു അഭിപ്രായം ഉയരുകയും, അതിന് നമുക്ക് രാഷ്ട്രമീമാംസയുടെ പൊതുവെ ഒരാശയം ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുമ്പോൾ ആ ആശയത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ ജനങ്ങൾ വിശകലനം ചെയ്യും. അപ്പോൾ ഒരു അനീതിയാണിത് സംഭവിക്കുന്നത്. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധം ന്യായയുക്തമാണ്. അവരെ കേൾക്കണം, അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കണമെന്ന് രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത, ചെറുപ്പക്കാരുടെ മനസ്സിലൊരു ചിന്ത.
1950-കളിൽ ബ്രിട്ടനിൽ പോസ്റ്റ് വാർ പീരിയഡിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ യുദ്ധത്തിന്റെ സർവനാശത്തിൽ നിന്നും ബ്രിട്ടനിൽ ഉയർന്നു വന്ന ക്ഷുഭിത യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റലക്ച്വൽസ് ലീഡ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. അന്നത്തെ കവിതകളിലും നാടകങ്ങളിലും ഒക്കെ പ്രകടിപ്പിക്കപ്പെട്ട അത്തരത്തിൽ ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ജനങ്ങൾ JP-യുടെ സമ്പൂർണ്ണ വിപ്ലവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറയില്ലാതെ കൺവെൻഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സപ്പോർട്ടില്ലാതെ ആ കുട്ടികളാണ് അനോമിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നൊരു തോന്നൽ തുടക്കത്തിൽ ഉളവാക്കിയെങ്കിലും ആ കുട്ടികളാണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു സത്യാഗ്രഹിയുടെ വരവോടുകൂടി അവരുടെ സമരത്തിന് വളരെയധികം നൈതികത കൈവരികയും അത് ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് ചെല്ലുകയും ചെയ്തത്. അപ്പം അവരുടെ ആദ്യത്തെ ബേബി ഫുഡ് സ്റ്റെപ്പ് തന്നെ ഇത്ര വലിയൊരു രാഷ്ട്രീയ വിജയമായി മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ഒരു പ്രൊസീജിയറൽ ഡെമോക്രസിയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം പരിവർത്തനം ചെയ്ത് പോകാതിരിക്കുവാൻ വേണ്ടി ആ ഒരു പ്രതിഷേധ പരിപാടിയുമായി അവരിതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പ്രൊസീജിയറൽ ഡെമോക്രസി എന്ന്. ജനാധിപത്യം പലപ്പോഴും നടപടിക്രമങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നാം ഈജിപ്തില്, ടുണീഷ്യയില്, ഇവിടെയൊക്കെ തന്നെ ലിബിയയില്, അവിടെയൊക്കെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും, ഒരു നടപടിക്രമം ഉണ്ടാകും. റഷ്യയില് അവിടെ നടപടിക്രമം ഉണ്ടാകും. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ടാകും. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുകയും ചെയ്യും. പക്ഷേ ആത്യന്തികമായിട്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നിയമനിർമ്മാണ സഭയോട് മീനിങ് ഫുൾ ആയിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോവുകയും പ്രതിഷേധങ്ങളും നിയമസഭയിലെ പ്രതിഷേധങ്ങളും പ്രപ്പോസൽസും ഒന്നും തന്നെ അധികാരികൾ കേൾക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, എത്രത്തോളം മീനിങ് ഫുൾ ആണ് എന്ന് സംശയം ഉയരും. അപ്പൊ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ കേൾക്കുന്നില്ല എന്ന് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അക്കൗണ്ടബിലിറ്റി എൻഫോഴ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എവിടെ നിന്നോ എന്ന് പറയുന്നത് പോലെ പാറ്റകൾ ഡൽഹിയിൽ പറന്നിറങ്ങിയത്. അവരുയർത്തിയ ആവശ്യം പാർലമെന്റിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശക്തിയുക്തിയായിട്ട് ഉന്നയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഉന്നയിക്കാൻ കഴിയാത്ത ഒരാവശ്യം രാഷ്ട്രീയ പാർട്ടികൾക്കും കൺവെൻഷണൽ നേതാക്കന്മാർക്കും ഉന്നയിക്കാൻ കഴിയാതിരുന്ന ഒരാവശ്യം അവരുടെ പ്രതിഷേധത്തിലൂടെ ഉന്നയിക്കുകയും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളെ മുഴുവൻ അവരുടെ ചുറ്റും റാലി ചെയ്യിക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആദ്യത്തെ അവരുടെ പ്രൊട്ടസ്റ്റ് തന്നെ ഇത്തരത്തിലൊരു വലിയ വിജയമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ജനാധിപത്യത്തിൽ അവർക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. JP മൂവ്മെന്റുമായിട്ടുള്ള എന്റെ കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കമ്പാരിസൺ അല്ല. അതിന്റെ ചില ആസ്പെക്ട്സിനെ നമുക്കിവിടെ കാണാൻ കഴിയും. കുറച്ച് വയലൻസ് ഇവിടെ ഉണ്ടായി. എന്നാൽ JP മൂവ്മെന്റിൽ ബീഹാറിൽ അവിടെ വയലൻസ് ഉണ്ടായിരുന്നു. JP മൂവ്മെന്റിന് വളരെ ശക്തമായിട്ടുള്ള സൈദ്ധാന്തിക അടിത്തറയുണ്ടായിരുന്നു. പക്ഷേ തുടക്കം ചെറുപ്പക്കാരിൽ നിന്നായിരുന്നു. അപ്പൊ ഇതൊരു ബ്രോഡ് ബേസ്ഡ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയി പാർലമെന്റിന് ഉന്നയിക്കാൻ കഴിയാതിരിക്കുന്ന ചോദ്യങ്ങൾ തെരുവിൽ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് പാർലമെന്റിനും പാർലമെന്ററി ജനാധിപത്യത്തിനും കുറച്ചുകൂടെ ഘടനാപരമായ ശക്തി കൂട്ടുന്നതിലേക്ക് അധികാരികളെ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥാവിശേഷവും അവിടെ ഉണ്ടാകാം. അപ്പോൾ ആദ്യത്തെ അവരുടെ ഈ പ്രതിഷേധം വിജയിച്ചു എന്ന് പറയുന്നത് തികച്ചും ഒരു രാഷ്ട്രീയ അത്ഭുതം തന്നെയാണ്. ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ മുൻപിൽ പ്രതിഷേധ പരിപാടി പലപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന പോലീസിന്റെ വളരെ ആക്രാമിക ശക്തികളാൽ അടിച്ചമർത്തപ്പെടുകയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജിൻഡോ ജോൺ, ശരിയാണ്, കോൺഗ്രസ് ഈ വിഷയത്തിൽ ഈ സമരം തുടങ്ങി അതൊരു അക്രമാസക്തമായി പോലീസ് ലാത്തി വീശി തുടങ്ങിയ സമയത്ത് ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് തല്ലുകൊണ്ടാൽ ചോദിക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്നു. അതിനു മുൻപ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറം ഇന്നത്തെ ഈ രാജിയെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അധികാരം എന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, എന്ന ആത്മവിശ്വാസത്തിൽ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണോ? തീർച്ചയായിട്ടും ആര്യ, ഇത് എല്ലാവിധ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധൈര്യത്തിൽ മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. അതിനു മുമ്പ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു ഭാഗം കോൺഗ്രസ് ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതിന് അതിന് കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. ആ നരേറ്റീവ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. മെയ് 3-ാം തീയതിയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. 13-ാം തീയതി NSUIയുടെ സമരം നടക്കുന്നു. അതിനുശേഷം 14-ാം തീയതി അഹമ്മദാബാദിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ സന്ദർശനം ഉണ്ടാകുമ്പോൾ അവിടെ
സമരം നടക്കുന്നു. 13-ാം തീയതിയിലെ സമരം ധർമ്മേന്ദ്ര പ്രധാന്റെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ചായിരുന്നു. അത് കഴിഞ്ഞ് 27-ാം തീയതി ഭുവനേശ്വറിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ സ്വന്തം വീടിന്റെ മുമ്പിലേക്ക് സമരം നടത്തുന്നു. അതിനിടയ്ക്ക് ജൂൺ 17-നും ജൂലൈ 17-നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിലെ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് അവരുടെ ആശയങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടുള്ള വലിയ റാലിയും പൊതുസമ്മേളനവും രാജസ്ഥാനിലെ കോട്ടയിലും ഡെറാഡൂണിലും നടക്കുന്നു. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 20-ന് സമരങ്ങളുണ്ട്, ജൂൺ 26-നുണ്ട് ബോംബെയിൽ, ബാംഗ്ലൂർ അടക്കം രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ 28 നഗരങ്ങളിൽ ഒരേ ദിവസം തന്നെ ഒരേ സമയം സമരം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം സമരങ്ങൾ NSUIയും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയിട്ടുണ്ട്. മറ്റു പ്രതിപക്ഷ കക്ഷികളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത, കർഷക സമരം ഉണ്ടായപ്പോൾ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്ന ചില ആളുകൾ, CAA സമരം ഉണ്ടായിരുന്നപ്പോൾ, പൗരത്വ ബില്ലിന്റെ സമരം ഉണ്ടായിരുന്നപ്പോൾ, അങ്ങനെ ഈ രാജ്യത്തെ നോട്ട് നിരോധനത്തിന്റെ വിരുദ്ധ സമരം ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ SIR വിരുദ്ധ സമരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ആ സമരങ്ങളിലൊക്കെ കൃത്യമായി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയം മാത്രം കണ്ട് അതിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾക്ക് പോലും ഈ സമരത്തിൽ വരേണ്ടി വന്നത് ഈ രാജ്യത്തെ ഒരുപാട് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ആ കുടുംബങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് അവർ കൂടി തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഇത്രയും കാലം ഈ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷക്കാലം രാജ്യത്ത് നടന്ന പല സമരങ്ങളും വിജയിക്കാതെ പോയതിന് കാരണം സമരത്തിന് കാരണമായിട്ടുള്ള സമരമുദ്രാവാക്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൂടി ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സമരം ചെയ്യുന്നവരുടെ മാത്രം കാര്യമായിട്ട് അത് മാറുകയാണ്. ഈ പെട്രോളിയം നികുതി ഭീകരത, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോന്നും, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, ആൾക്കൂട്ട വിചാരണ, മതന്യൂനപക്ഷങ്ങളും ആദിവാസികൾ നേരിടുന്ന അക്രമങ്ങളൊക്കെ ഇത് ബാധിക്കപ്പെടുന്ന മനുഷ്യർ പോലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സമരത്തിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രംഗപ്രവേശത്തോടു കൂടി എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർക്ക് കൂടി ഇറങ്ങാൻ ഒരു സ്പേസ് കൂടി വന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് കൃത്യമായിട്ട് ഒരു അകലം പാലിച്ചു നിന്നത്, അവർ രംഗത്ത് വരുമ്പോൾ കൃത്യമായി ആ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ കുട്ടികളുടെ പാർലമെന്റ് മാർച്ചിന് അതിരൂക്ഷമായിട്ട്, അതിക്രൂരമായിട്ട് അടിച്ചമർത്താൻ നോക്കിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പ് പോയി റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുകയും മുഖത്ത് ചവിട്ടേറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിരന്തരമായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ അടക്കമുള്ള പാർട്ടികൾ കൃത്യമായി സമരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഒരു സമരമാണെന്ന് വരുത്തി തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല, ഇപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്ന് ആദ്യം അവർ തിരിച്ചറിയണം. അവർ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവരെ പോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും കൃത്യമായി തിരിച്ചറിയണം. സംഘപരിവാറിനും BJPക്കും കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ സമരത്തിൽ അണിനിരുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ കോൺഗ്രസ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. അതിന് കൃത്യമായിട്ട് സമരത്തിന്റെ നാൾ വഴിയൊക്കെ ഞാൻ പറഞ്ഞു വന്നു. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി ശ്യാംരാജ് പറഞ്ഞത് ജനാധിപത്യ മര്യാദയാണ്, സഖ്യത്തിന്റെ പോരാട്ടത്തിന്റെ ജയമാണെന്നൊന്നും വരുത്തി തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള, എവറി എംപയർ ഫോൾസ് ഈവൻച്വലി. ഇങ്ങനെയൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ മുട്ടുമടക്കാതെ പിന്നെ എങ്ങനെ? പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ കൈയൊക്കെ വിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും പുറകില് രാഹുൽ ഗാന്ധി ഉണ്ട്, KC വേണുഗോപാൽ ഉണ്ട്. തീർച്ചയായിട്ടും ആര്യ, ഇതിൽ ഈ സമരത്തിന്റെ വിജയം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ സോനം വാങ്ചുക്കിന് മാത്രമല്ല, ഈ രാജ്യത്ത് രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കും, പാർട്ടികൾക്കും പാർട്ടിക്കാർക്കും പാർട്ടി ഇല്ലാത്തവർക്കും പ്രതിപക്ഷത്തിനും എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു BJPക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ സമരത്തിനോടൊപ്പമായിരുന്നു. ഈ ഭക്ഷണ പൊതികൾ അയച്ചു കൊടുത്ത ആളുകൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ അവരും കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ പോലും BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ സമരത്തിന് അനുകൂലമായിട്ട് നിലപാട് പറയുന്നത് നമ്മൾ പലപ്പോഴും സ്വകാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോയി ഒരു സമരം നടത്തുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാ? രാഹുൽ ഗാന്ധിക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന ന്യായമായ ആവശ്യത്തെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അടിച്ചു വരുത്താൻ നോക്കുമ്പോൾ, ആക്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള സമരമാണ്. ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. BJPയുടെ പ്രതിനിധി പറഞ്ഞ, ഞാനൊന്ന് പൂർത്തിയാക്കിയോട്ടെ, ഒറ്റ കാര്യം. ജനാധിപത്യ മര്യാദയുടെ വിജയമാണ്, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് രാജിവെച്ചു എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യപേപ്പർ ചോർന്നിട്ട് 83 ദിവസമായി. ഈ ധാർമ്മിക ഉത്തരവാദിത്തം 83ാം ദിവസമാണ് BJPക്ക് ഓർമ്മ വന്നത്? ജനാധിപത്യ മര്യാദ, ഈ സമരം തുടങ്ങിയിട്ട് 35 ദിവസം കഴിഞ്ഞു. 36ാമത്തെ ദിവസമാണോ ജനാധിപത്യ മര്യാദയാണെന്ന് BJPക്കും കേന്ദ്രമന്ത്രിസഭയ്ക്കും തോന്നിയത്? അങ്ങനെയല്ല. പാർലമെന്റിൽ മറുപടി പറയാൻ പറ്റാതെ പാതിരാത്രിക്ക് സെൽഫി വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം അവിടെ ഇന്റർനെറ്റ് നിഷേധിച്ചപ്പോൾ കാണാൻ പറ്റാത്ത ആളുകൾ കൂടി
കാണാൻ പറ്റാത്ത ആളല്ല. രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിരിക്കുന്ന മനുഷ്യർ കൂടി നരേന്ദ്രമോദിയുടെ വീഡിയോ കണ്ടപ്പോൾ അവർ കൂടി ജന്തർ മന്ദറിലേക്ക് വന്നാൽ പിന്നെ ഈ സർക്കാർ തന്നെ രാജിവെച്ച് പോകേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിലാണ് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പോകേണ്ടി വന്നത്. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ നമ്മൾ കേരളത്തിൽ നിന്നടക്കം അല്ലെങ്കിൽ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വണ്ടി കയറി ദുബായിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് കയറി ആ സമരവേദിയിലേക്ക് എത്തിയ മനുഷ്യരെ കണ്ടു. അവിടെ ആ സമരവേദിക്കപ്പുറം നിരാഹാരം കിടന്ന വ്യക്തിയാണ് ആദർശം സജി. എനിക്ക് രാഷ്ട്രീയം അറിയാം, രാഷ്ട്രീയം പറയാനും ഉണ്ടാകും ആദർശം. അതിലപ്പുറം ശരിക്കും ഈ സമരം എങ്ങനെയായിരുന്നു? എളുപ്പമായിരുന്നു? നോക്കൂ, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതിന്റെ ദൃശ്യങ്ങൾ എത്രത്തോളം നമ്മളിലേക്ക് കാഴ്ചക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പലരും ആ പ്രതിഷേധം കണ്ടത്, ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേട്ടത്, ഉയർത്തിയ പ്ലക്കാർഡുകൾ കണ്ടത്. ആദർശ് കണ്ട കാഴ്ചകൾ എങ്ങനെ വ്യത്യസ്തമായിരുന്നു ഈ ജെൻസി സമരം? ഇതിന്റെ മറുപടി പറയുന്നതിന് മുമ്പായി ഇവിടുത്തെ BJP പ്രതിനിധി ജനാധിപത്യം എന്ന വാക്ക് ഉപയോഗിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 73 ദിവസം എടുത്തു ഈ ജനാധിപത്യം എന്ന വാക്ക് BJPയുടെ പ്രതിനിധിക്ക് ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾക്ക്, ഡൽഹിയിലുള്ള നേതാക്കൾക്ക് ഉച്ചരിക്കാൻ വേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജനാധിപത്യപരമായ രീതിയിൽ കേൾക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ കഴിഞ്ഞ 40 ദിവസത്തോളം എന്തിനാണ് ഈ വിദ്യാർത്ഥികളെ ഈ ജന്തർ മന്ദറിൽ നിർത്തേണ്ടി വന്നത്? എന്തിനാണ് കഴിഞ്ഞ 20-ാം തീയതി നരനായാട്ട് സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച, നിരാഹാരം അനുഷ്ഠിച്ച വിദ്യാർത്ഥികളെ നരനായാട്ട് നടത്തി അടിച്ചോടിക്കാനുള്ള ശ്രമം നടത്തിയത്? നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ ഹിറ്റ്ലർ ഇന്ന് വിദ്യാർത്ഥികളുടെ സമരത്തിന് മുന്നിൽ പരാജയപ്പെട്ട് ഇരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തെ അടിച്ചമർത്താൻ അമിത്ഷാ നിയന്ത്രിക്കുന്ന പോലീസ് ഡൽഹിയിൽ ശ്രമിച്ചപ്പോൾ ഈ സമരത്തിന്റെ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ നരേന്ദ്രമോദി കീഴടക്കി വെച്ചിരിക്കുന്ന മോദി മീഡിയ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ അതിനപ്പുറത്തേക്ക് ആ മാധ്യമങ്ങളുടെ സഹായം ഒന്നുമില്ലെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയെ ബാധിച്ച വിഷയമാണ്. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയെ ബാധിച്ച വിഷയമാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിച്ചല്ലോ. ഈ ഇന്ത്യയുടെ മുൻ ഞങ്ങളുടെ സമരം കാരണം, വിദ്യാർത്ഥികൾ നടത്തിയ സമരം കാരണം ഇന്ന് പുറത്തുപോയ ധർമ്മേന്ദ്ര പ്രധാൻ ഈ വിദ്യാർത്ഥി സമരത്തെ ആദ്യം അഭിസംബോധന ചെയ്തത് ഇത് തീവ്രവാദികളുടെ ബി ടീം നടത്തുന്ന സമരമെന്നാണ്. എന്താ സമാധാനപരമായ രീതിയിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലേക്ക് വന്ന് രാജ്യവ്യാപകമായി സമരം നടത്തി. അപ്പോൾ ആ വിദ്യാർത്ഥികളെ വിളിച്ചത് തീവ്രവാദികളുടെ ബി ടീം നടത്തുന്ന സമരമെന്നാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ അഭിസംബോധന ചെയ്തത്, ഈ സമരത്തെ അഭിസംബോധന. ഇതാണോ ജനാധിപത്യം? ഇനി 73 ദിവസത്തിനപ്പുറം ഇന്ത്യൻ ഭരണഘടന വായിച്ച് ജനാധിപത്യം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി എങ്കിൽ, BJPക്കാർ മനസ്സിലാക്കിയെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ അവസരത്തിൽ. ഇപ്പോഴെങ്കിലും ജനാധിപത്യം എന്ന വാക്ക് ഇന്ത്യയുടെ ഹിറ്റ്ലർ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കാണേണ്ടത് ഈ രാജ്യത്ത് നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി കുട്ടികളാണ്, പേരൻസ് ആണ്, ജനങ്ങളാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യമായി ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ സമരം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ പോലീസിനെ ഉപയോഗിച്ച്, മറ്റ് സംവിധാനങ്ങളെ ഉപയോഗിച്ച്, മോദിയുടെ മീഡിയകളെ ഉപയോഗിച്ച് ഈ സമരത്തിനെ പാകിസ്ഥാനികൾ നടത്തുന്ന സമരം, ചൈനീസ് ഏജന്റുകൾ നടത്തുന്ന സമരം, ഖാലിസ്ഥാൻവാദികൾ നടത്തുന്ന സമരം എന്നെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ചു. എന്നിട്ട് ആ അധിക്ഷേപം നടത്തിയ വ്യക്തി തന്നെ ഇത് ഈ സമരത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീറ്റ് പരീക്ഷ ഇവിടെ സൂചിപ്പിച്ചതാണ് നേരത്തെ. 22 ലക്ഷം പേരുടെ ഭാവിയാണ് ബാധിച്ചത്. 22 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ 22 ലക്ഷം ഇന്ത്യക്കാരാണ്. ഇവിടെ ആത്മഹത്യയിലേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ തള്ളി നീക്കിയത് 22-ലധികം വരുന്ന വിദ്യാർത്ഥികൾ. ആ 22 വിദ്യാർത്ഥികൾ ഇന്ത്യക്കാരാണ്. CBSE സ്കാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം ബാധിച്ചിരിക്കുന്നത് 16 ലക്ഷം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. ഇന്ത്യയിലെ ഈ വർഷം പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ ആ ദുരിതം അനുഭവിക്കുമ്പോൾ, അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഇന്ത്യയുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഇത് തീവ്രവാദികളുടെ 2ാം ഗ്രൂപ്പ് നടത്തുന്ന സമരമാണ് എന്നാണ്. അതാണോ ജനാധിപത്യം? എന്തായാലും വിദ്യാർത്ഥികൾ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും വിദ്യാർത്ഥികൾ 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നവിടെ പ്രഖ്യാപിച്ചു. ഞങ്ങളെ വലിയ നിലയിൽ മർദ്ദിച്ച്, ടിയർ ഗ്യാസ് പ്രയോഗിച്ച്, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച്, സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തകർത്താൻ ശ്രമിച്ചു. അവിടെ നിന്ന് അടിച്ചോടിച്ചപ്പോൾ
മണിക്കൂറുകൾക്കുള്ളിൽ എത്ര പേരാണോ അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇരട്ടിയായി 10,000-ങ്ങളായി ആ സമര കേന്ദ്രങ്ങളിലേക്ക് വന്നെത്തി. ഒടുവിൽ ആ വിദ്യാർത്ഥികളുടെ സംഘടിതമായ സമരത്തിന് മുന്നിൽ മുട്ടിൽ വീണ് ഞങ്ങൾ പറഞ്ഞ ആവശ്യത്തിലേക്ക് BJP എത്തി, നരേന്ദ്രമോദി എത്തി എന്നുള്ളതാണ്. ഇതൊരു സമര വിജയം തന്നെയാണ്. ഇത് രാജ്യത്തെ നാളെ വരാൻ പോകുന്ന സമരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒന്നുകൂടിയാണ്. മെയ് 12-ാം തീയതി ഈ പരീക്ഷ റദ്ദ് ചെയ്ത ദിവസം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിന് മുന്നിൽ പോയി സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്നും കൂടെ ഈ പറയാൻ. രാജ്യത്താകമാനം 1000-ലധികം കേന്ദ്രങ്ങളിൽ സമരം ഉയർന്നു. ശ്രീ ശ്യാംരാജ്, 2023 മുതൽ 2023-ലെയും 24-ലെയും നരേന്ദ്രമോദിയുടെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രതികരണങ്ങൾ, ചിലത് പാർലമെന്റിലാണ്, ചിലത് പൊതുസമ്മേളനങ്ങളാണ്, പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷാ ക്രമക്കേടുകൾ, സക്സസെ കഠി നിയമം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏറ്റവും നിയമം വരെ ഉണ്ടാക്കി ഞങ്ങൾ, ഇനി ശിക്ഷയാണ്, അർഹിക്കുന്ന ശിക്ഷ, എന്തൊക്കെ വാചകങ്ങൾ പറഞ്ഞു. ഇതേതാ വർഷം? 2026, 23, 24, 25, 26 ഒന്നും നടന്നില്ല. ആര്യ, ഒന്ന് ആര്യയുടെ ചോദ്യമുണ്ട്, രണ്ട് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കോൺഗ്രസിന്റെ ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്കതിന് ഉത്തരം തരാൻ വേണ്ടിയിട്ടുള്ള വേണ്ട സമയം തരണം. കാരണം ഇന്ന് ഇതിനകത്ത് കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഓക്കെ നോക്കൂ ആര്യ, നമ്മൾ 2023 ഇറങ്ങിയ 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹം 12ാം ക്ലാസ് തോറ്റിട്ടും IPS നേടിയൊരു കഥയാണ്. അപ്പോൾ ആ കഥയല്ല, അതിൻ്റെ ബയോഗ്രഫിയാണ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം 12th തോക്കാൻ വേണ്ടിയിട്ട് കാരണം ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷയ്ക്ക് 12ാം ക്ലാസ്സിൽ കോപ്പി അടിച്ചോ എന്ന് അധ്യാപകർ പറഞ്ഞിട്ട് അദ്ദേഹം കോപ്പി അടിക്കാതെ ഇരുന്നതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് ഈ തരത്തിലുള്ള പേപ്പർ ലീക്കേജുകളും കോപ്പിയടികളും എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമായി ആണ് ആര്യ. നോക്കൂ, അതാണ് ഞാൻ 2004 മുതലുള്ള കാര്യം ഞാൻ ഡേറ്റ എടുത്തിട്ട് ഞാൻ വന്നത്. അത് മാത്രമല്ല, അതിൻ്റെ പിന്നോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തുമുണ്ട് അതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ പോലും ഉണ്ടായിട്ടുള്ള 2025-ലാണ് ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ ചോർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പേപ്പർ ചോർന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. 2024-ലെ നീറ്റിന്റെ പരീക്ഷയുടെ പേപ്പർ ചോർന്നപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് തന്നെ ഒരു നിയമം കൊണ്ടുവന്നു, പബ്ലിക് എക്സാമിനേഷന്റെ നിയമം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ രാധാകൃഷ്ണ സാറിന്റെ നേതൃത്വത്തിലുള്ള ISRO മുൻ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ രൂപീകരിച്ച് അവരുടെ കൂടി സജഷൻസ് എടുത്തു. അതുകൂടി കൊണ്ടാണ് അടുത്ത 2025 വലിയ പ്രശ്നമില്ലാതെ പോയത്. 2026-ൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 2026-ൽ ഈ 13, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലയാളം അടക്കം 13 ഭാഷകളിൽ നീറ്റിന്റെ പരീക്ഷ പേപ്പറുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഭാഷ അറിയാത്തതിന്റെ പേരിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോകാതിരിക്കരുത് എന്നുള്ള സ്വതുദ്ദേശപരമായിട്ട് നീറ്റ് 13 ഭാഷകളിൽ പരീക്ഷ എഴുതാമെന്നുള്ള റൂൾ കൊണ്ടുവന്നപ്പോൾ അത്തരത്തിൽ മറാത്തി ഭാഷയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള കുൽക്കർണിയാണ് ചോദ്യം പേപ്പർ അവിടെ നിന്ന് ലീക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ വന്നപ്പോൾ എന്താണ് നടപടി എടുത്തിട്ടുള്ളത്? പെട്ടെന്ന് തന്നെ CBIയുടെ അന്വേഷണം നടത്തി. അതിനുശേഷം എന്താ പുതിയ നിയമം, ഇന്നലെ പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവന്നു. പുതിയ ബില്ല് അടുത്ത തിങ്കളാഴ്ച ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞാൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് തന്നെ പോവുകയല്ലേ ആര്യ. നോക്കൂ, ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് കേവലം കേന്ദ്ര സർക്കാർ ഇടപെട്ടതുകൊണ്ട് മാത്രം തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 2024-ല് ജാർഖണ്ഡിലെ പേപ്പർ ലീക്കായത് എങ്ങനെയാണ്? അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും കൂടി ചേർന്നിട്ടാണ് ആ പേപ്പർ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോങ് റൂം തുറന്നു കൊടുത്തത്. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തത്? അതിനകത്തും കൂടുതൽ സ്ട്രിക്ട്നെസ് കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് CCTVയുടെ സർവൈലൻസ് കൊണ്ടുവന്നു. ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. അത് മാത്രമല്ല, 2026-ലെ റീടെസ്റ്റ് കൊണ്ടുപോയത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിലും ഹെലികോപ്റ്ററിലും വരെ കൊണ്ടുപോയി. അത്ര ത്വരിതഗതിയിൽ അത്ര കമ്മിറ്റഡ് ആയിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം, നമുക്ക് പ്രതിപക്ഷവുമായിട്ട് കൂടി ചേർന്ന് സഭയിൽ ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് സജഷൻ പറയൂ, ചെറുപ്പക്കാർ സജഷൻ പറയൂ എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടുത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2 പരീക്ഷ റദ്ദാക്കി. എന്തുകൊണ്ടാണ്? 2 പരീക്ഷകളുടെ ചോദ്യപേപ്പർ ലീക്കായി. ഉത്തരാഖണ്ഡ് ആരാ ഭരിക്കുന്നത്? BJP ആണ്. ആര്യ, കഴിഞ്ഞ ദിവസം PSCയുടെ ചോദ്യപേപ്പർ ഉച്ചയ്ക്ക് ശേഷമുള്ളത് രാവിലെ തുറന്ന് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ PSC പരീക്ഷ മാറ്റിവെച്ചില്ലേ? അതൊക്കെ നിഷ്കളങ്കമായിട്ട് പൊട്ടിച്ചാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, അത് നിഷ്കളങ്കമായിട്ട് പൊട്ടിച്ചു പോയെന്നാണ് ആര്യ ഇപ്പോഴും വിശ്വസിക്കുന്നത്. തെറ്റായത് പൊട്ടിച്ചതല്ലേ? അല്ലല്ല, പൊട്ടിച്ചെടുത്തില്ലേ?
പൊട്ടിച്ചെടുത്തില്ലേ, അത് നിഷ്കളങ്കമായിട്ട് പൊട്ടിച്ചു എന്നാണ് ആര് വിശ്വസിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അത് വേണമെന്നല്ല ഞാൻ പറയുന്നത്, പാടില്ല. അതിനെതിരെയാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. വലിയ രീതിയിൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. അതിനെതിരെയാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിന് എനിക്ക് ഉത്തരം കൊടുക്കണം. അദ്ദേഹം ചോദിച്ചത് 86 ദിവസങ്ങൾക്ക് 83-ാം ദിവസമാണ് ജനാധിപത്യ മര്യാദ ഉണ്ടായെന്നാണ് ചോദിച്ചത്. 2022 അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അശോക് ഗെഹ്ലോട്ട് ഭരിക്കുമ്പോൾ രാജസ്ഥാൻ ആട്ടോ. 2022 രാജസ്ഥാനിൽ ചോദ്യപേപ്പർ ചോരുന്നു. അന്നത്തെ അവരുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഗോവിന്ദ് സിംഗ് ഡോട്ടാസ്ര അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ വേണ്ടി സമരക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് മീഡിയസ് ചോദിക്കും, നിങ്ങൾ രാജിവെക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താ പറയുന്നതെന്നറിയോ? അതിന് ഞാനല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത്, ഞാൻ അതായത് മന്ത്രിയല്ലല്ലോ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്ന് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുക. അതുമാത്രമല്ല, അവിടെ സമരക്കാരെ പോലീസ് തല്ലിച്ചതച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ ഡ്യൂട്ടിയാണ് നിയമം കൊണ്ടു നടക്കുക എന്നുള്ളതും, അല്ലാതെ ലഡു വിതരണം ചെയ്യലല്ല പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ എന്താ ചെയ്തിട്ടുള്ളത്? ചെറുപ്പക്കാരോട് സംസാരിച്ചു. ചോദ്യപേപ്പർ ലീക്കായി. അദ്ദേഹം നേരിട്ട് പ്രസ് മീറ്റ് നടത്തി ചെറുപ്പക്കാരോട് പറഞ്ഞു ലീക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി റീടെസ്റ്റിനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. ഇന്ന് തന്നെ എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പോലും എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതാണ് കോൺഗ്രസിന്റെ ജനാധിപത്യ ബോധവും BJPയുടെ ജനാധിപത്യ ബോധവും തമ്മിലുള്ള വ്യത്യാസം. ഈ കയ്യിൽ പണ്ട് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി പേപ്പറിന്റെ വില മാത്രം കൊടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇല്ലാതാക്കിയിട്ടുള്ള ഭരണഘടന കയ്യിൽ വെച്ചിട്ട് ഈ സംവിധാനം പറഞ്ഞാൽ മാത്രം ജനാധിപത്യ ബോധം ഉണ്ടാവില്ല. അതിന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. ആ കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ SFIയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത്, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഡൽഹി പോയി സമരം ചെയ്തു, നല്ല കാര്യമാണ്, പോയി ചെയ്തോ, എല്ലായിടത്തും നടക്കട്ടെ. അതൊക്കെ നിങ്ങൾ വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ചെയ്യണം. ഞാനും വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിക്ക് ആയിരുന്നാണ് ABPയുടെ. ആയിക്കോട്ടെ, നല്ല കാര്യം നിങ്ങൾ ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? എത്ര PSCയുടെ ചോദ്യപേപ്പറുകൾ ഈ സംസ്ഥാനത്ത് ലീക്ക് ചെയ്തു മാത്രം. നസീമും ശിവചരണെന്നും പറഞ്ഞിട്ടുള്ള ആ ചെറുപ്പക്കാർ 2 പേര് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിങ്ങളുടെ പ്രവർത്തകരെ തന്നെ കുത്തുകേസിൽ പുറത്തായതല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞതല്ലെങ്കിൽ അവർ കോപ്പി അടിച്ച കാര്യം അറിയായിരുന്നോ? ആ SFIയുടെ നേതാക്കന്മാർക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത അധ്യാപകരുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ലേ നിങ്ങൾ? ഇനി PSC ചോദ്യപേപ്പർ ചോർന്നപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ മണ്ണുമാരത്തിൽ സമരം ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ ജനാധിപത്യ ബോധം? ഇവിടുത്തെ ചെറുപ്പക്കാർ മുട്ടുകുത്തി സമരം ചെയ്തപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ജനാധിപത്യ? ഒറ്റ പോയിന്റ് ഇവിടെ എന്തായാലും ഒറ്റ മിനിറ്റ്. ധർമ്മേന്ദ്ര പ്രധാൻ സമരക്കാരെ തീവ്രവാദികളൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ നക്സലുകളെന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെടിവെച്ച് കൊന്നൊരു സംഭവമുണ്ട്. 1979 ഈ സമരത്തിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച്, ഈ സമരത്തിൽ ആരൊക്കെയുണ്ട്, ദേശദ്രോഹികളാണ്, എന്തൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പോട്ടെ, ഈ സമരത്തിനൊന്ന് പിന്തുണ പ്രഖ്യാപിച്ച ടൊവിനോ തോമസിന് വീടിന് മുന്നിൽ നിങ്ങൾ പോയി പ്രതിഷേധിച്ചില്ല. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെക്കുകയാണ്. അതൊക്കെ ചെയ്തിട്ടല്ലേ ഈ പറയുന്നത്? നമ്മൾ 70കളിലേക്കും 80കളിലേക്കും ഒക്കെ പോകണം. അതിനു മുമ്പ് ഇന്നത്തെ കുറിച്ച് സംസാരിക്കൂ. ഇന്നല്ലേ നമ്മുടെ യുവതലമുറയുടെ വിജയ ദിവസമല്ലേ ഇന്ന്? അവരുടെ വിജയ ദിവസമാണ്. അപ്പം 70കളിലേക്കും 80കളിലേക്കും പോകണോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് പഴയ കാര്യമായതും അത് പഴയ സർക്കാർ ആയതിനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല ആര്യ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്നത്തെ മാത്രം കാര്യം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഇത് അതിനകത്ത് ആര്യയുടെ ഒരു പൊളിറ്റിക്സിനെ പോലും എനിക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഇന്ന് ഇതെല്ലാം BJPയുടെ തലയിലോട്ട് മാത്രം ചാർത്തി തരാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്സ് ആണെന്ന് സംശയിച്ചാലും തെറ്റു വരാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയുണ്ടായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതിനെ കുറിച്ച് ചോദിച്ചതും ശ്യാം കേൾക്കാനിട്ടാണോ? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജിൻഡോ ജോണിന് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. ശ്രീ ജിൻഡോ ജോൺ, മറുപടി. ആര്യ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം താങ്കൾ തന്നെ ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ച അവസാനമായിട്ട്, ടൊവിനോ തോമസിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്? വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് അവരൊരു നിലപാട് പറഞ്ഞെന്നും പറഞ്ഞ് അവർ ഏതൊക്കെ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തി. ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും അഭിപ്രായം പറയും. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അഭിപ്രായം പറയും. അല്ലാത്ത സാമൂഹ്യ പ്രവർത്തകർ, സിനിമാ താരങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ, ആക്ടിവിസ്റ്റുകളൊക്കെ അഭിപ്രായം പറഞ്ഞാൽ അവരെയൊക്കെ എത്രത്തോളം സൈബർ അറ്റാക്ക് ചെയ്തു? ഇന്ന് ശ്യാംരാജ് പറഞ്ഞ നിലപാടല്ലല്ലോ ഇന്നലെ ശ്യാംരാജ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്യാംരാജും ഞാനും തന്നെ പല ചാനലുകളിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് താങ്കൾ ഇതല്ലല്ലോ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന അതാണ്. ഇത്രയും ദിവസം നിങ്ങളുടെ ഈഗോയിൽ നിങ്ങൾ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് രാജിയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതായി. ഞാൻ ആര്യ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നത്
ഞാൻ വിചാരിക്കുന്നത് ഈ സർക്കാർ എല്ലാ രീതിയിലും പരാജയപ്പെട്ടു എന്നുള്ളത് അവർക്ക് തന്നെ ആദ്യം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും കിട്ടുന്ന കോടതികൾ, കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് കാണാൻ നേരമില്ലെന്ന് പറയുകയും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടത് കാണാൻ സമയമുണ്ടാകുകയും അത് തുറക്കണമെന്ന് പറയുന്ന കോടതി മുറികളുള്ള കാലത്ത് ആ കുട്ടികളെ, സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെയൊക്കെ പാറ്റകളോട് മൂവിക്കുന്ന ജഡ്ജിമാരുള്ള കാലത്ത്, അവർക്ക് വേണ്ടിയിട്ട് പേനയുന്തുന്ന ഗോദി മീഡിയ ഉള്ള കാലത്ത്, വ്യാജ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള കാലത്ത് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഉണ്ടായിരുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തവർ ആയിട്ടുള്ള ആളുകളാണ്. നേരിട്ട് ബോധ്യമുള്ളവർ, അനുഭവിച്ച ആളുകളാണ് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ ഒരു ഘട്ടത്തിൽ ഇവർ ആദ്യം ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു, ആക്ഷേപിച്ചു, അവഗണിച്ചു, അത് കഴിഞ്ഞിട്ട് അടിച്ചു, ആക്രമിച്ചു. അതിനുശേഷം JP നദ്ദ ചർച്ചയ്ക്ക് വിളിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷം ഉത്തരം പറയുന്നതിന് മുമ്പ് ചോദ്യം ചോദിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് പോലും അനുവദിച്ചില്ല. ഉച്ച കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ സ്പീക്കർ പിന്നെ ആ വഴിക്ക് പോലും വന്നില്ല. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം കിരൺ റിജു പറയും നമുക്ക് ചർച്ചയാകാമെന്ന്. ജിതേന്ദ്ര സിംഗ് തെരുവിൽ വന്ന് പ്രതിപക്ഷത്തോട് സംസാരിക്കുന്നു. BJPയുടെ ഉന്നത നേതാക്കന്മാരും മന്ത്രിമാരും ക്രോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ നരേന്ദ്രമോദി ആദ്യം പോസ്റ്റ് ഇടുന്നു, പിന്നെ വീഡിയോ ഇടുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇടുന്നു, സെൽഫി വീഡിയോ ഇടുന്നു, എന്തൊക്കെ പരിപാടി നടത്തി. ഇത് ഓരോ ഘട്ടത്തിലും താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലായത്. 1.5 വർഷം എടുത്തു കർഷക സമരം ജയിക്കാനെങ്കിൽ ഈ വിദ്യാർത്ഥി സമരം ജയിക്കാനായിട്ട് 1.5 മാസം പോലും എടുത്തില്ല. BJPയുടെ തകർച്ചയുടെ, കേന്ദ്ര സർക്കാരിന്റെ തകർച്ചയുടെ ഈ കോട്ടക്കൊത്തളം തകർന്നു വീഴുന്നതിന്റെ ആദ്യത്തെ കല്ലാണ് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാനിലൂടെ താഴേക്ക് പോയത്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണാം. TDPയുടെയും JDUവിന്റെയും 2 പൊയ്ക്കാലുകളിൽ ഉയർന്നു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ വ്യാജബിംബം തകർന്നു വീഴപ്പെടുകയാണ്. മോദിക്ക് മുദ്രാവാക്യം വിളിച്ച മനുഷ്യർ തന്നെ മോദിയോട് പുറത്തു പോകാൻ പറയുന്ന കാഴ്ച ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല സൗന്ദര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ MR അഭിലാഷ്, ഇതിൽ നിന്ന്, ഇന്നത്തെ ഈ രാജിയിൽ നിന്ന്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സമരങ്ങളിൽ നിന്ന് കുറെ അധികം പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു, മാധ്യമങ്ങൾക്കടക്കം. അതൊരു ആത്മവിമർശനമാണ്. നമ്മൾ ഗോദി മീഡിയ എന്നൊക്കെ പരിഹസിക്കാറുണ്ടെങ്കിലും അതിനപ്പുറം ആ സമരം ഉന്നയിച്ച ആവശ്യങ്ങൾ, ആ സമരവേദിയിൽ നിന്നുള്ള കാഴ്ചകൾ, അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, അതൊക്കെ എത്രത്തോളം കാണാൻ രാജ്യത്തിലെ ആളുകൾക്ക് കഴിഞ്ഞു, അതിന് മെയിൻ സ്ട്രീം മീഡിയ എന്ന് നമ്മൾ പറയുന്ന നാഷണൽ ചാനൽസ് അത് എത്രത്തോളം കാണിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് മാധ്യമങ്ങൾക്കുള്ള ആത്മവിമർശനമാണ്. അതുപോലെ പ്രതിപക്ഷത്തിനും ആത്മവിമർശനത്തിന്റെ സമയമാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒന്നല്ല, ഒരു 10 അടി മാറി നിന്നിരുന്നു ആദ്യം ഈ സമരവുമായി ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടി. 10 വർഷം പ്രതിപക്ഷം ശ്രമിച്ചിട്ട് സാധിക്കാഞ്ഞ കാര്യമാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി. അത് സാധിച്ചെടുക്കാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിഞ്ഞു. അങ്ങനെ പല ആത്മവിമർശനങ്ങൾ കൂടി നടത്തേണ്ട സമയമാണിത്. ആര്യാദ, ഇവർ ഉയർത്തിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീതിയുക്തമായിരുന്നു. നീതിബോധമുള്ള ആർക്കും നിരാകരിക്കാൻ കഴിയുന്ന ഒരു ആവശ്യം ആയിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവെ ആദ്യം ഈ പാറ്റ പാർട്ടിയോട് ചേർന്ന് നിൽക്കുവാനും അവരുടെ സമീപ സ്ഥലത്തേക്ക് വരാനും മടിയുണ്ടാകുന്നതിന് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. കാരണം വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ അവർ വരുന്നു. വളരെ ഒരു മോട്ട്ലി ഗ്രൂപ്പ്, അതായത് പലതരത്തിലുള്ള ആൾക്കാർ ഒത്തുചേരുന്ന ഒരു സൈദ്ധാന്തിക അടിത്തറയില്ലാത്ത സംവിധാനമായിട്ട് അവർ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രാതിനിധ്യമുള്ള പാർലമെന്റ് അവിടെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ തെരുവിൽ പ്രതിഷേധിക്കുന്നവരുടെ കൂടെ ചേരുമ്പോൾ അവർക്ക് എത്രത്തോളം അവർ പാർലമെന്റിൽ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ റിഫ്ലക്ഷനാണ് ഇത് മാറുമെന്നുള്ളതിന്റെ ഒരു സംശയം അവർക്കുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാട്, അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകാം, പ്രതിപക്ഷ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ ഇവരെ സപ്പോർട്ട് ചെയ്ത് പിന്നീടൊരു സ്റ്റേജിലാണെങ്കിലും വന്നതൊരു വലിയ കാര്യമാണ് എന്നതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കൂടുതൽ ബ്രോഡ് ബേസ്ഡ് പൊളിറ്റിക്കൽ സപ്പോർട്ട് ജനറേറ്റ് ചെയ്യുവാനും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനും, അത് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം ഉൾപ്പെടെ എത്രയൊക്കെ രാഷ്ട്രീയം നാം അതിനൊക്കെ കൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികരും തെരുവിലേക്ക് വന്നത് ഈ മൂവ്മെന്റിന് ശക്തി കൊടുത്തു. അവരുന്നയിച്ച ആവശ്യത്തിന് വളരെയധികം പ്രാധാന്യം ദേശീയ തലത്തിൽ കൊടുത്തു എന്നുള്ളതിന് സംശയമില്ല. പിന്നെ ഒരു പാഠം ഭരണകക്ഷിയും പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്, പാർലമെന്റിലെ നടപടിക്രമങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ആശങ്കകൾ മനസ്സിലാക്കുവാനും അത് കേൾക്കാനും അത് പരിഹരിക്കാനും മനസ്സ് കൊടുക്കുന്ന രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾ, അവർ പ്രപ്പോസ് ചെയ്യുന്ന സജഷൻസ്,
അതൊക്കെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയയിൽ വളരെ വിജിലന്റ് ആയിട്ട് വളരെ അർത്ഥവത്തായിട്ട് അത് കേട്ട് അത് നിയമനിർമ്മാണ പ്രക്രിയയിലും ഭരണ പ്രക്രിയയിലും ഉൾപ്പെടുത്തുവാനുള്ള ഒരു മനസ്സ് കാട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞിരുന്ന അമെൻമെന്റ്സ് അവര് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തി ബില്ലിന്റെ ഭാഗമാക്കി നിയമമാക്കിയിട്ടുണ്ട്. അതിപ്പോ 2011 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലാണെങ്കിലും അതുപോലെ തന്നെ 2013 ലാൻഡ് അക്വിസിഷൻ ബില്ല് 2013 പാസ്സാക്കുന്ന സമയത്ത് ലോക്സഭയിൽ സുഷമാ സ്വരാജ് പ്രപ്പോസ് ചെയ്ത അമെൻമെന്റ് അതിന്റെ ബില്ലിന്റെ ഭാഗമാക്കി മാറ്റി. അതുപോലെ തന്നെ രാജ്യസഭയിൽ ശ്രീ രവിശങ്കർ പ്രസാദ് പ്രപ്പോസ് ചെയ്ത മാറ്റം നിയമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. പിന്നെ ലോക്പാൽ ലോകായുക്ത ബില്ല്. അപ്പോൾ ഇങ്ങനെ ലെജിസ്ലേഷൻ UPA സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശൈലി പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോ മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ അപ്രസക്തമാകുകയും പ്രതിപക്ഷ വിമർശനത്തിനെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കൂടുതൽ റിജിഡ് ആകുകയും പാർലമെന്റ് ഒരു രണാങ്കണമായി മാറുകയും ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമിൽ പാർലമെന്റ് എന്ന് പറയുന്നത് വളരെ സമരസതയോടുകൂടി വിമർശനത്തിനെ സർഗാത്മകമായിട്ട് ഉൾക്കൊണ്ട് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന ബില്ലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, എന്തൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പരിഗണിച്ച് അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനാധിപത്യം എങ്ങനെയാണ് ഒരു ചെറിയ ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയ പരിമിതപ്പെടുത്താൻ കഴിയുന്നത്. അപ്പൊ ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് ഭരിക്കുവാൻ കഴിയാതെ വരുന്ന അവസരത്തിലാണ് പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും പാർലമെന്റിൽ അവരിയ്ക്കുന്നതിന് വലിയ പ്രാധാന്യമില്ല എന്ന് തോന്നുകയും അവർ തെരുവിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുകയും ആ സമയത്ത് ആശങ്കയോടുകൂടി മാറി നിന്നിട്ട് പിന്നീട് പാർട്ടികളുടെ കൂടെ ചേരുകയും, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഈ വിദ്യാർത്ഥി മൂവ്മെന്റ് ഇത്രയധികം നൈതികത കൈവരിക്കുകയും അവസാനം മന്ത്രിക്ക് രാജിവെക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ ആദ്യം ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് പരാജയപ്പെട്ടല്ലോ. ഇന്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടല്ലോ. മന്ത്രിയുടെ പരാജയം വകുപ്പിനെ ശക്തിയുക്തമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിലും ഇത്തരത്തിൽ പേപ്പർ ലീക്ക് എന്നൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയെ കരിച്ചു കളയുന്ന ഒരു സംഭവമല്ലേ. മന്ത്രിമാർ ഉത്തരവാദിത്വം എടുത്ത് രാജിവെക്കുന്ന ഒരു പ്രവണത അത് തുടരണം. അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ മന്ത്രി തന്റെ വകുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ ആദർശം സജി, ഈ തവണത്തെ ഈ ജൻസി പ്രക്ഷോഭത്തിൽ പല മനോഹരമായ കാഴ്ചകളും കണ്ടു. ലാത്തി വീശിയപ്പോഴൊക്കെ അവർ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ നൃത്തം ചെയ്യുന്നു. അതുമാത്രമല്ല ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു, പ്ലക്കാർഡുകൾ, പൂക്കൾ, അതിനൊക്കെ അപ്പുറം പല ഭാഗങ്ങളിൽ നിന്ന് താങ്കൾ ഒരുപക്ഷെ അത് അനുഭവിച്ചിട്ടുണ്ടാവും. അവിടെ ആ സമരവേദിയിലേക്ക് എത്തിയ ആളുകൾക്ക് പിന്നെ നേരിട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് സ്വിഗ്ഗി വഴി, സൊമാറ്റോ വഴി ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, ഇതിന് നടക്കാൻ ചെരുപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ, സാനിറ്ററി നാപ്കിൻസ്, അങ്ങനെ പലതും പല ഭാഗങ്ങളിൽ നിന്ന് വന്നു. അപ്പോൾ എത്താൻ കഴിയാത്തവർ പോലും ഈ സമരത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളൊരു സന്ദേശം നൽകിയ ഒരു സമരം കൂടിയാണിത്. ലോകത്താകമാനമുള്ള ഇന്ത്യക്കാർ ഈ സമരത്തിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് പ്രവാസത്തിന് വേണ്ടി പോയ വിവിധ രാജ്യങ്ങളുള്ളവരും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഈ BJPക്കെതിരായി ഉയർന്നു വന്ന ഈ സമരത്തെ, രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച ഈ വിഷയത്തെ, ആ സമരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമരകേന്ദ്രത്തിലേക്ക് നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ആബാല വൃദ്ധജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഈ സമരത്തിന് ഐക്യദാർഢ്യമായി വന്നത് നമ്മൾ കണ്ടതാണ്. അതായത് 20-ാം തീയതിക്ക് ശേഷം അവിടെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്തു. അതായത് ഭക്ഷണ സാധനങ്ങൾ അകത്തേക്ക്, ഭക്ഷണം, കുടിവെള്ളം ഇത് അകത്തേക്ക് കൊണ്ടുവരുന്നത് അവർ തടഞ്ഞു. ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ആകെ അവിടെ ജാമാക്കി വെച്ചു. അതായത് ഒരു നിലയിലും ഈ സമരത്തെ എങ്ങനെ അടിച്ചമർത്താം, അതായത് ഭക്ഷണം കിട്ടാതിരിക്കുക, വെള്ളം കിട്ടാതിരിക്കുക, ആ നിലയിൽ അടിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ രാജ്യത്തെ ജനങ്ങൾ, ഈ ഇന്ത്യൻ ജനത ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ജനത തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ സംവിധാനം ഉപയോഗിച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ, ഇല്ലാതാക്കാൻ, ഭക്ഷണം കൊടുക്കാതിരിക്കാൻ, വെള്ളം എത്തിക്കാതിരിക്കാൻ എല്ലാം പരമാവധി അതിനെല്ലാം തടസ്സപ്പെടുത്തിയപ്പോൾ അവിടെ ജനങ്ങളാകാൻ അതിന് പ്രതിരോധമായി വന്നത്. ഇപ്പോൾ ലാത്തി കൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാർക്ക്
തിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെലഡി മിഠായി നൽകിയാണ് വിദ്യാർത്ഥികൾ പ്രതിരോധിച്ച് അടിച്ച പോലീസുകാർക്ക് റോസാപ്പൂക്കൾ കൈമാറിയാണ് വിദ്യാർത്ഥികൾ. കാരണം വിദ്യാർത്ഥികൾ ഒരു നിലയിൽ അക്രമത്തിന് വേണ്ടിയല്ല, ഇന്ത്യൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. അവിടെ ഇരിക്കുന്ന ഞങ്ങളെ മർദ്ദിച്ച പോലീസുകാരുടെ മക്കളും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അമിത്ഷായുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളതല്ലാതെ ഈ പോലീസുകാർക്കോ അതുമായി ബന്ധപ്പെട്ടുള്ള സിആർപിഒ ആളുകൾക്കോ മനസ്സിലാവത്തില്ലല്ലോ. പക്ഷേ അവർ ഞങ്ങളെ മർദ്ദിക്കുമ്പോഴും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പല അവസരത്തിലും ആ സമരവേദിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അതായത് ഒരു കലാപരമായ രീതിയിൽ പ്രതിരോധം കൊണ്ട്, സംസാരം കൊണ്ട്, സംഭാഷണങ്ങൾ കൊണ്ട്, ചിത്രം കൊണ്ട്, ആ നിലയിലെല്ലാം തന്നെ ആ സമരകേന്ദ്രം സർഗാത്മക കേന്ദ്രമായി മാറി. അത് നരേന്ദ്രമോദി അതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ സമരം ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ ആദ്യം തോന്നിയിരുന്നു ഇത്രയും അധികം ആളുകൾ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം നൽകിയ ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ജനത തോറ്റിട്ടില്ല, ജനാധിപത്യം മരിച്ചിട്ടില്ല നമ്മുടെ രാജ്യത്ത് എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന കുറേയധികം ദൃശ്യങ്ങൾ നമ്മൾ കണ്ട സമരപ്പകൽ കൂടിയാണ്. നമുക്കിപ്പം ജാൻമണി കൂടിയുണ്ട്. ജാൻമണി ആ സമരവേദിയിൽ പോയ ഒരു വ്യക്തി കൂടിയാണ്. ശരി, ഞാൻ ശ്രീമതി ജാൻമണി, രാജിവെച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, ആ വാർത്ത അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? സന്തോഷമായിരുന്നോ? വളരെ അതിനാണ് ആക്ച്വലി നോക്കിയിട്ട് ഞാൻ ഇരിക്കുന്നത്. കാരണം ഒരു മാസത്തിൽ എത്ര ടൈം അത്ര ഫൈറ്റിംഗ് ചെയ്തിട്ടും ഇയാളെ ഒന്നും റെസ്പോൺസ് ഇല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ആ റിസൈൻ ചെയ്യുന്ന കേൾക്കത്തെ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡൽഹിയിൽ പോകണം, ആ സമരവേദിയിൽ എത്തണം, ആ കുട്ടികൾക്കൊപ്പം നിൽക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ ആലോചന എവിടെ നിന്ന് വന്നു? എനിക്ക് തോന്നി, ഞാൻ രഞ്ജി ചേച്ചിയുടെ കൂടെ സംസാരിച്ചിട്ട് ചേച്ചിയുടെ സ്റ്റോറി മൊത്തം കണ്ടിട്ട് ഒരു ദിവസം കാരണം ഞാൻ കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ മൂന്നാർ, ഊട്ടി, ഇങ്ങനെ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഞാൻ കിറങ്ങി വന്നിട്ടാണ് എനിക്ക് നെറ്റ്വർക്ക് കിട്ടി കഴിഞ്ഞിട്ട് തന്നെ കുറേ പ്രൊട്ടസ്റ്റിൻ്റെ കുറേ ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ കൂടെ സംസാരിച്ചിട്ടാണ് എനിക്ക് പിന്നെ ചേച്ചിയുടെ സ്റ്റോറീസ് കണ്ടിട്ട് മൊത്തം കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പറ്റത്തില്ല. പിന്നെ രഞ്ജി ചേച്ചി പറഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ, ഞാൻ റെഡിയായി. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ദിവസം തന്നെ രാത്രി ഫിക്സ് ആക്കി നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 5 മണിക്കുള്ള ഫ്ലൈറ്റ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ഇപ്പം അവിടെ പോയപ്പം അതൊരു സമരവേദിയാണ്, പ്രതിഷേധങ്ങളുണ്ടായി, പോലീസ് ലാത്തി വീശുന്നതും ജലപീരങ്കി പ്രയോഗിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ആ പോയപ്പോൾ കണ്ട കാഴ്ചകൾ എങ്ങനെയായിരുന്നു? അവിടെ എന്താണ് കണ്ടത് താങ്കൾ? ഭയങ്കര വിഷമം. കാരണം അവിടെ ആരൊക്കെ ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അത് സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം ഡൗൺ ചെയ്ത്, പിന്നെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത്, വെള്ളം ബോട്ടിൽ കൊടുക്കാൻ വേണ്ടി അലൗ ചെയ്യില്ല. കാരണം അവിടെ വാങ്ങിക്കാൻ വേണ്ടി ഷോപ്സേ ഇല്ല. ഒരു സറൗണ്ടിങ് ഒരു 6-7 കിലോമീറ്റർ ഫുൾ റൗണ്ട് ദേ ഹാവ് ക്ലോസ്ഡ് ഇറ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആരും വരാൻ പറ്റില്ലാത്ത അവസ്ഥ ആയിപ്പോയി. പിന്നെ അത് കണ്ടിട്ട് ലക്കിലി നമ്മളുടെ ഹോട്ടല്, കാരണം രഞ്ജിൻ ചേച്ചി കുറേ കഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യുന്ന ജന്തർ മന്ത്ര അടുത്ത് പ്രൊട്ടസ്റ്റിൻ്റെ एकदम അടുത്ത ഒരു ഹോട്ടലാണ് ഡാ പാർക്ക് ഹോട്ടൽ. നമ്മൾ പാർക്ക് ഹോട്ടലിലാണ് താമസിച്ച്. അതിൻ്റെ കാരണം നമുക്ക് അവിടെ ജന്തർ മന്റിൽ പോകാൻ വേണ്ടി വളരെ, കാരണം നടക്കുന്ന ഒരു ഡിസ്റ്റൻസ് മാത്രം ഉണ്ടായി. പിന്നെ നമുക്ക് അവിടെ പോയി കണ്ടിട്ട് ഭയങ്കര വിഷമമാണ്. കാരണം നിങ്ങളെ കാണുന്ന പോലെ, നമ്മൾക്ക് ഓൺലൈനിൽ കാണുന്ന പോലെ അല്ല സിറ്റുവേഷൻ. ബിക്കോസ് ദാറ്റ് ഈസ് more than that, like more than 100 times, because this situation was very bad. The bathroom, public toilet shut down aki kalan. So that situation, I think it is, I have seen in first time. It's not like that before. It's very bad, means very bad. It was very horrible. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് താങ്കൾ. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആളുകൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി താങ്കൾ മാറി. ആ സ്നേഹമൊക്കെ കാണുന്നുണ്ടോ? കാണുമ്പം സന്തോഷമാണോ?
മലയാളികൾ എപ്പോഴും എൻ്റെ കൂടെ സ്നേഹമേ ഉള്ളൂ. കാരണം 16 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്. എനിക്ക് എല്ലാവരും വളരെ വളരെ സ്നേഹം കൊടുത്താണ് ഞാൻ കേരളത്തിലെ കംപ്ലീറ്റ്ലി മലയാളിയായിപ്പോയി. പക്ഷേ ഇതാ ഞാൻ ആക്ച്വലി എനിക്ക് പോസിറ്റീവ്നെസ് എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ടല്ല ഞാൻ പോയി. കാരണം അവിടെ പോയി ഞാൻ ജസ്റ്റ് ഫോർ സപ്പോർട്ടിങ് ദം ബിക്കോസ് ഐ റിയലി വാസ് ലൈക്ക് ഇറ്റ് വാസ് വെരി ഹൊറബിൾ ഫോർ മീ. ലൈക്ക് ദ കിഡ്സ് ആർ വെയിറ്റിംഗ് ഡേ ഓൾ സ്റ്റുഡൻറ്റ് മാത്രമല്ല, ദിസ് ഇസ് കംപ്ലീറ്റ്ലി യൂത്ത് ജനറേഷന് നമ്മളുടെ വേണ്ടി ഫൈറ്റിംഗ് ചെയ്യുന്ന ഒന്നാണ് ടൈമിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു സ്റ്റെപ്പ്, നമ്മളുടെ ഒരു വോയിസ് നമുക്ക് അത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പോയി. കാരണം ചേച്ചിയുടെ കൂടെ ഞാൻ കുറേ സംസാരിച്ചു. രഞ്ജിനി ചേച്ചിയും ഞാനും കൂടെ പോയി. പിന്നെ നോയിൽ നമ്മളുടെ കൂടെ ഉണ്ടായി. സോ നമ്മൾ 3 പേര് അവിടെ ഉണ്ടായി. പിന്നെ നമ്മളുടെ ഒരു ചെറിയ സ്റ്റെപ്പ്, നമ്മളുടെ ഒരു ചെറിയ വോയിസ് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ ഹെൽപ്പാക്കും. നമ്മളുടെ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും പോയി. പിന്നെ അവിടെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് അത്ര സ്നേഹം കിട്ടും. പക്ഷേ താങ്ക് യു എവ്രി വൺ. എനിക്ക് ഈ സ്നേഹം മാത്രം എൻ്റെ ആവശ്യമുണ്ടോ, അതിൻ്റെ മേലെ എനിക്ക് ഒന്നും വേണ്ട. താങ്ക് യു ആൻഡ് ഐ എം സോ പ്രൗഡ് ടു ബി മലയാളി. ഞാൻ ഇവിടെ ജനിച്ചിട്ടില്ല, അതേ ഒരു കാരണമുള്ളൂ. പക്ഷേ ബാക്കി ഫോർ എവർ ഐ എം എ മലയാളി. സോ താങ്ക് യു എവ്രി വൺ ഫോർ ലവിങ് മീ. ഞങ്ങളാണ് താങ്ക് യു പറയേണ്ടത്. ഇങ്ങനെ ഒരു സമരവേദിയിൽ ഒരു വിദ്യാർത്ഥിക്ക് അന്നം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു വിദ്യാർത്ഥിക്കെങ്കിലും വെള്ളം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ പുണ്യമാണ്. അവിടെ പോയതിന്, അവർക്കൊപ്പം നിന്നതിന്, അവർക്ക് തണലായതിന്, താങ്ങായതിന് വളരെയധികം നന്ദി, സ്നേഹം മാത്രം. ഈ ജെൻസികളാണ് സമരം ചെയ്തത്. ജെൻസികൾ എപ്പോഴും അവർക്ക് അവരുടെ കാര്യം മാത്രം, മൊബൈൽ ഫോണിലാണ്, സോഷ്യൽ മീഡിയയിലാണ് അവരുടെ ജീവിതം. അല്ലാതെ അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അവർക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ എപ്പോഴും വിമർശിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജെൻസികൾ. പക്ഷെ നോക്കൂ, ആ ജെൻസികൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ, അവർക്ക് വേണ്ടി മാത്രമല്ല വരുന്ന തലമുറയ്ക്ക് കൂടി വേണ്ടി അവർ ശബ്ദമുയർത്തുന്നു. അവർ ദേശീയ ഗാനം ആലപിക്കുകയാണ്. അവർ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അവർക്കറിയാം അവരുടെ രാഷ്ട്രീയം, അവർക്ക് രാഷ്ട്രീയം പറയാനും അറിയാം, പ്രവർത്തിക്കാനും അറിയാം. അതാണ് ഈ കഴിഞ്ഞ 36 ദിവസം നമ്മൾ രാജ്യം മുഴുവൻ കണ്ടത്. അപ്പോൾ ഇത് ജെൻസി വിജയമാണ്. അസാധ്യമായതൊന്നുമില്ല എന്നവർ തെളിയിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും, ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും.